നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാശ്മീരിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-നാണ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം ഈ മാസം 27-ന് അവസാനിക്കും. പാർട്ടികൾക്കും മുന്നണികൾക്കും മുന്നിലുള്ളത് വെറും ഒരാഴ്ച മാത്രമാണ്. മുന്നണി സമവാക്യങ്ങൾ രൂപപ്പെടുത്തണം. പിന്നാലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയും വേണം. ആകെപ്പാടെ മുന്നിലുള്ളത് വെറും 7 ദിവസം മാത്രമാണെന്നതും പാർട്ടികളെ വിഷമഘട്ടത്തിലാക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് പഴയ ഗുപ്കർ സഖ്യം കാശ്മീരിൽ ഇനി യാഥാർത്ഥ്യമാകില്ല എന്നതാണ് വസ്തുത. BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കുമെന്നും മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ച് 2020-ലാണ് ഗുപ്കർ സഖ്യം രൂപപ്പെട്ടത്. നാഷണൽ കോൺഫറൻസും PDPയും CPM ഉൾപ്പെടെ 6 പാർട്ടികളാണ് അന്ന് സഖ്യത്തിലുണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ചിതറിയ ഈ സഖ്യം കാശ്മീരിൽ വീണ്ടും അവതരിക്കാനുള്ള സാധ്യതകൾ ആദ്യഘട്ടത്തിൽ തേടിയെങ്കിലും സാധ്യത കുറവാണ് എന്നതാണ് വസ്തുത. പൂർണ്ണ സജ്ജമായ ഇന്ത്യ സഖ്യം കാശ്മീരിൽ രൂപപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മറ്റൊരു ചോദ്യം. നാഷണൽ കോൺഫറൻസും PDPയും കോൺഗ്രസുമായി ആദ്യഘട്ടത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. PDPയുടെ നിലപാടായിരിക്കും സഖ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുക. പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ കൂടിയാലോചനകൾക്കും അധികം സമയമില്ല. 2-3 ദിവസത്തിനുള്ളിൽ സഖ്യ തീരുമാനം കോൺഗ്രസ് പ്രഖ്യാപിക്കും. സമാന ചിന്താഗതിക്കാരായ പാർട്ടികളുമായി ചർച്ച നടത്താൻ കോൺഗ്രസ് 5 അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച കോൺഗ്രസ് NC സഖ്യം വീണ്ടും നിയമസഭയും ലക്ഷ്യം വെച്ച് ഇറങ്ങുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഇവിടെ PDPയെ അന്ന് കോൺഗ്രസ് മാറ്റി നിർത്തിയതാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സാഹചര്യം പൂർണ്ണമായും മാറിയെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. PDPയെ മാറ്റി നിർത്തിയുള്ള കാശ്മീരിലെ സഖ്യത്തിനോട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ മതിപ്പില്ല എന്നതും വസ്തുതയാണ്. അതുകൊണ്ട് ഗുണം BJPക്ക് മാത്രമാണെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയും പ്രത്യേക പദവിയും പുനഃസ്ഥാപിക്കണമെന്ന പൊതു ആവശ്യമാണ് പ്രാദേശിക പാർട്ടികളുടേത്. ഈ തെരഞ്ഞെടുപ്പിലും പ്രാദേശിക പാർട്ടികൾ ഇതേ ആവശ്യം തന്നെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPക്കെതിരെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യമായി നിൽക്കുമ്പോഴും ജമ്മു കാശ്മീരിൽ NCയും PDPയും ബദ്ധവൈരികളാണ്. ലോക്സഭയിലേക്ക് സീറ്റ് ധാരണയ്ക്ക് ശ്രമിച്ചെങ്കിലും അത് പാളിയതോടെയാണ് PDP പ്രത്യേകം മത്സരിക്കുന്നത്. ഒറ്റക്ക് മത്സരിച്ചതോടെ കോൺഗ്രസിനും കാശ്മീരിൽ അക്കൗണ്ട് തുറക്കാനായില്ല. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സഖ്യ സാധ്യതകളാണ് കോൺഗ്രസ് തേടുന്നത്. BJP പ്രചരണം ശക്തമാക്കിയ സാഹചര്യത്തിൽ എത്രയും വേഗം മുന്നണി സംവിധാനത്തിൽ സമവാക്യം ആവശ്യമാണെന്ന് തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയ നേതാക്കൾ നേരിട്ട് കാശ്മീരിൽ റാലികളിൽ പങ്കെടുക്കാൻ വരും ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് ഊർജിതമാക്കുന്നത്.